പരിശുദ്ധ പിതാവേ, ഈ പ്രഭാത സമയത്തിനായി കർത്താവെ ഞങ്ങൾ നിന്നെ ആസ്വദിക്കുന്നു. തിരുവചനത്തിൽ ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്ന കർത്താവെ, ഞങ്ങളുടെ ആരുടെയും കിരീടം കർത്താവെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിലുള്ള അറിഞ്ഞും അറിയാതെയുള്ള പാപങ്ങളെ കർത്താവെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി കർത്താവെ ഹല്ലേലൂയ നിഷ്കളങ്കരായി കർത്താവെ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ കാണപ്പെടുവാൻ ഇങ്ങനെ ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന കർത്താവെ ഹല്ലേലൂയ ഞങ്ങളെ വേർപെടുത്തി നിർത്തുന്നതായ കർത്താവെ ഹല്ലേലൂയ നിന്റെ വിശുദ്ധ തിരുവചനം കർത്താവെ ഞങ്ങളിൽ അത് കർത്താവെ അതിന്റെ പൂർത്തീകരണത്തിൽ കടന്നു വന്ന് കർത്താവെ ഹല്ലേലൂയ ഞങ്ങൾ പൊന്നു പോലെ പുറത്തു കൊണ്ടുവരേണ്ടത് ഈ ദിവസങ്ങളിൽ ഞങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവെ ഹല്ലേലൂയ വചനം കർത്താവെ എല്ലാ സമയവും കേൾക്കുവാൻ, പ്രാർത്ഥന ശബ്ദം എല്ലാ സമയവും കർത്താവെ 24 മണിക്കൂറും കേൾക്കുവാൻ ഇത് അനാഥാരം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദിയോടെ സ്തോത്രം കർത്താവെ. ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ നിന്റെ കരങ്ങൾ തരികയാണ് കർത്താവെ. പ്രാർത്ഥന കേൾക്കുന്ന ഒരു സ്വർഗം, തുറന്നിരിക്കുന്ന ഒരു സ്വർഗം ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്ന സ്വർഗീയ പിതാവിന്റെ കാതുകൾ, ഞങ്ങളെ കാണുന്ന കണ്ണുകൾ കർത്താവെ ഹല്ലേലൂയ ഞങ്ങൾ എന്തുകൊണ്ട് ചഞ്ചലപ്പെടുന്നു കർത്താവെ, എന്തുകൊണ്ട് ഞങ്ങൾ വ്യാകുലപ്പെടുന്നു കർത്താവെ ഹല്ലേലൂയ സകലവും കർത്താവെ നന്മയ്ക്കായി ചെയ്യുന്ന യഹോവയുടെ കരങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്നു. അല്പസമയം തിരുവചനവുമായി കർത്താവെ അടിയൻ കർത്താവെ നിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ കൂടിയിരിക്കണം നാഥ. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ കർത്താവെ ഹല്ലേലൂയ മുൻപോട്ട് പോകാൻ കോണം സഹായിക്കണം. കേൾക്കുന്നവരെ കരങ്ങളിൽ തരുന്നു, ഈ ഓൺലൈനിലായിരിക്കുന്നവരെയും കർത്താവെ ഹല്ലേലൂയ ഇല്ലാത്തവരെയും നിന്റെ കരങ്ങൾ ഞങ്ങൾ തരികയാണ് കർത്താവെ. ഓരോ സമയങ്ങളിൽ ഓരോ മണിക്കൂറുകളിൽ കടന്നു വന്ന് ലീഡ് ചെയ്യുന്നവരെ കരങ്ങളിലെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിക്കുന്ന കർത്തദാസന്മാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം പ്രാർത്ഥന കേട്ടിരിക്കാൻ അങ്ങേ സ്തുതിക്കുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയുണ്ടായി കേട്ടത്രയുള്ളമാകണമേ. ആമേൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എനിക്ക് വളരെ പരിചിതമായ ഒരു വേദവാക്യമാണ് റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം. അത് കാണാതെ അറിയുന്ന ആരെങ്കിലും വളരെ ശബ്ദത്തിൽ അതൊന്ന് പറഞ്ഞാൽ ഉപകാരമായിരിക്കും. റോമാലേഖനം നിർണയപ്രകാരം വിളിക്കപ്പെട്ട നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പോൾ ഇപ്പൊ എനിക്ക് പലരും ആ ഭാഗം പറഞ്ഞു, ഇതാണ് നമ്മൾ സ്വർഗത്തില് നമ്മൾ ചെയ്യുവാൻ പോകുന്നതായ ഒരു സെലിബ്രേഷന്റെ ഒരു ചെറിയ ഒരു ഗ്ലിംസ്, അല്ലെങ്കിൽ അതിന്റെ മലയാളത്തിൽ എന്താണ് അതിന്റെ വാക്കെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അതിന്റെ ഒരു ചെറിയൊരു നമ്മുടെ ഒരു ഉത്സവം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. നമ്മള് കർത്താവിന്റെ സന്നിധിയില് അവന്റെ മുൻപാകെ ജയാളികളായിട്ട് വിളിച്ചു പറയുന്നതായ കാര്യങ്ങളായിരിക്കും ഈ നമ്മള് ഇപ്പോൾ പലരും പല ഭാഗങ്ങൾ പറഞ്ഞു. പക്ഷേ റോമാലേഖനം 8:28 എന്ന് പറയുന്നത് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ അത് ഒന്ന് പാരഫ്രൈസ് ചെയ്താൽ പറയുന്നത്. അപ്പൊ ഇന്നലെ ഞാൻ കർത്താവിന്റെ ദാസൻ ജോസഫ് മാത്യുവിന്റെ പേര് പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല, എങ്കിലും പറയാതിരിക്കാൻ ചില സമയങ്ങളിൽ അത് സാധ്യമല്ല. എന്റെ ഭവനത്തില് ഞാനും എന്റെ വൈഫ് സംഗീത, എന്റെ പേര് ജോജി, എനിക്ക് ദാനമായി തന്ന ട്വിൻസ് ക്രിസ്ത്യൻ ആൻഡ് കെയൽ, അത് കഴിഞ്ഞിട്ട് ഒരു മോനുള്ളത് കായല്. ഈ എന്റെ ഭവനത്തിൽ ഞാൻ ഒഴികെ 4 പേരും ഇപ്പോൾ കോവിഡ് പോസിറ്റീവായിട്ട് ക്വാറന്റൈനിൽ ഇരിക്കുകയാണ്. അപ്പോൾ കർത്താവിന്റെ ദാസൻ ഇന്ന് വചനം സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് ടെക്സ്റ്റ് ചെയ്തു, പിന്നെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. എന്നാല് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യമാണ് താൻ എനിക്ക് മറുപടിയായിട്ട് തന്നത്. ഞാനത് ഏറ്റെടുക്കുന്നു, ഞാനതിൽ വിശ്വസിക്കുന്നു. ദൈവം സകലവും നന്മയ്ക്കായി ചെയ്യുന്ന ഒരു ദൈവമാണെന്നുള്ളത്. നമ്മുടെ മുൻപിലുള്ള വെല്ലുവിളികൾ അതും നന്മയ്ക്കാണ്. നമ്മളുടെ മുമ്പിൽ വരുന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ എല്ലാം നന്മയ്ക്കായിട്ട് തന്നെയാണ്. ആ പ്രകാരത്തിൽ തന്നെ അതേ ആശയമാണ് ഇന്ന് നിങ്ങളോടുകൂടെ അല്പസമയത്തേക്ക് ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഞാനൊരു പ്രാസംഗികനല്ല, എന്നാൽ എൻ്റെ പിതാവ്
ഏകദേശം 30 വർഷത്തോളം നോർത്ത് ഇന്ത്യയിൽ IPCയിലെ ഒരു ശുശ്രൂഷകനായി പ്രവർത്തിച്ചു. പല സ്ഥലങ്ങളിലും പോവുകയും പ്രവർത്തിക്കുകയും, ഗുജറാത്ത്, ബീഹാർ, കേരളം, പിന്നെ ഏറ്റവും കൂടുതൽ ഗുജറാത്തിലായിരുന്നു. ഗുജറാത്തിൽ അഹമ്മദാബാദില്, ഗാന്ധിനഗറില്, കച്ച് അല്ലെങ്കിൽ കണ്ട്ല കച്ച് എന്ന് പറയുന്നതായ പോർട്ടിലാണ് ആദ്യമായിട്ട് താൻ 1953 തോന്നുന്നു കടന്നു പോകുന്നത്. ഈ സ്ഥലങ്ങളിലൊക്കെയും ശുശ്രൂഷിച്ചു. ഇന്ന് അവിടെയൊക്കെയും അന്ന് രണ്ട് കുടുംബങ്ങൾ അല്ലെങ്കിൽ 2 വിശ്വാസികളെ മാത്രമുള്ള സ്ഥലത്ത് ഇന്ന് അനേക സഭകൾ ഉണ്ടായിരിക്കുകയാണ്. അങ്ങനെ ദൈവം നമ്മുടെ വേലയെ വളർത്തുന്ന ഒരു ദൈവമാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ കേൾക്കുന്നതായ ഒരു കാര്യമാണ്, ആര് പോകും? ബ്രദർ ഷിബു പറഞ്ഞതായത്, തന്നെ വളരെ ദുഃഖിപ്പിച്ചതായ, പരിശുദ്ധാത്മാവ് തനിക്ക് ദുഃഖം നൽകിയൊരു കാര്യമെന്ന് ചോദിച്ചാൽ, ഇന്ന് വചനമാകുന്ന വിത്ത് വിതയ്ക്കപ്പെടാതെ പലരുടെയും ഹൃദയത്തിലും കയ്യിലും ബൈബിളിലും ഒക്കെ ആയിരിക്കുകയാണ്. അത് പുറത്തു വരണം, അത് വിതയ്ക്കപ്പെടണം. പാസ്റ്റർ ഇന്ന് രാവിലെ നമ്മളെ ഓർപ്പിച്ചത്, നമ്മൾ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ അത് പാപമാണ്. അപ്പോൾ എന്റെ വിചാരം, ഞാൻ പാപിയായിരിക്കുന്ന പല സമയങ്ങളും മണിക്കൂറുകളും ഉണ്ട്. അതിനൊക്കെ ഒരു ചേഞ്ച് വരുത്തണം. നമ്മൾ തമ്മിൽ പ്രാർത്ഥിച്ച്, നമ്മൾ അന്യോന്യം ബലപ്പെടുത്തി, നമ്മൾ അന്യോന്യം ഇടിവിൽ നിന്ന് നമ്മൾ ഇനിയും ഈ വചനം അറിയിക്കുവാൻ പോകുകയാണ്. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ, പ്രാർത്ഥന വളരെ ആവശ്യമായിരിക്കുന്ന ഒരു സമയത്തിലേക്കാണ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. അമേരിക്കയ്ക്ക് മാത്രമല്ല, ഇന്ത്യക്ക് മാത്രമല്ല, സകല ലോകത്തിൽ. ഇന്നലെ എനിക്ക് തോന്നുന്നു ഫിലിപ്പ് ബ്രദർ ആണോ ആരാണെന്ന് ഓർക്കുന്നില്ല, പല രാജ്യങ്ങളെയും 29 സ്റ്റേറ്റുകളെയും പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഓരോ 3 സ്റ്റേറ്റുകളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച്, നൈറ്റിൽ പ്രാർത്ഥിക്കുന്നവർ, ചിലര് എല്ലാ സ്റ്റേറ്റുകളെയും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അങ്ങനെ ദൈവം നമ്മളെ ഈ സമയത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ ഈ മെസ്സേജിന് ഒരു ടൈറ്റിൽ, ഒരു തലക്കെട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചാൽ ഇങ്ങനെയാണ്: എൻ്റെ ഭടൻ എവിടെ, അല്ലെങ്കിൽ വേർ ഈസ് മൈ ചാമ്പ്യൻ എന്നുള്ളതാണ് എൻ്റെ ഈ മെസ്സേജിന്റെ തലക്കെട്ടായിട്ട് ഞാൻ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളിൽ പലർക്കും ഒരു പക്ഷെങ്കിൽ 1 ശമൂവേൽ 17-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ഓർമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്ത ഇപ്പോൾ ഓൾറെഡി വന്നിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇസ്രയേലിനെതിരായിട്ട് ഇതാ ഒരു ഗോല്യാത്ത്, ഒരു ചാമ്പ്യനായി വന്ന് നിൽക്കുകയാണ്. ഇസ്രയേലിൽ രാജാവ് മുതൽ അവിടെ ഉള്ളതായ എല്ലാ റാങ്കിങ് മിലിറ്ററി ഓഫീസേഴ്സും എല്ലാരും കൂടി ആലോചിച്ചിട്ടും ഒരു ചാമ്പ്യനെ കിട്ടാത്ത ഒരു സമയത്തേക്കാണ് ഈ 1 ശമൂവേൽ 17-ാം അധ്യായം നമ്മളെ അറിയിക്കുന്നത്. ഏകദേശം 57-58 വാക്യങ്ങൾ അവിടെ ഉള്ളതില് ഇത് ഭൂരിഭാഗവും ആര് ഈ ഗോല്യാത്തിനെതിരായി എഴുന്നേൽക്കും എന്നുള്ളതാണ്. എന്നാൽ സ്വർഗം ഒരാളെ ചാമ്പ്യനായി കണ്ടുവെങ്കിൽ അവനെ വരുത്തേണ്ടതായ സമയത്ത് അവൻ അവിടെ വന്നിരിക്കും, അവനെ അവിടെ വരുത്തിയിരിക്കും. എന്നാൽ ഇന്ന് രാവിലെ മുതൽ നമ്മൾ കേട്ടതുപോലെ ചില പരീക്ഷകളൊക്കെ നമ്മൾ സഹിച്ച് പുറത്തു വരാതെ ഈ ചാമ്പ്യൻ സ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ ഈ ആവശ്യത്തിന്റെ മുഖത്തേക്ക്, അല്ലെങ്കിൽ വെല്ലുവിളിയുടെ സമയത്തേക്ക് ഒരു വ്യക്തിയെ പുറത്ത് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല. ഇന്നലെ രാത്രിയിലും അതുപോലെ യൂത്തിന്റെ സമയത്തും പിന്നെ ഞങ്ങളുടെ ചർച്ചിന്റെ പ്രെയർ ലൈനിലും എല്ലാം ഞങ്ങൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, വി ആർ സോ ഡിസപ്പോയിന്റഡ്. അവർ പറയുന്നത് ഇലക്ഷനെ കുറിച്ചാണ്. എന്നാൽ ദൈവമക്കളെ, നമ്മൾ ആരും ഡിസപ്പോയിന്റഡ് ആയിരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നമ്മളുടെ ചാമ്പ്യൻസ് ആയിട്ടുള്ളതായ യേശു നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ, വെളിപ്പാട് പുസ്തകത്തിൽ ദൈവം ആ യേശുവിന് കൊടുക്കുന്നതായ വെളിപ്പാട് ദൂതൻ മുഖാന്തരം അത് ഒരു യോഹന്നാനെ അറിയിച്ച് നമുക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നുവെങ്കിൽ, ഈ ദിവസങ്ങള് ഈ വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു ആവശ്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. എനിക്ക് വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് വലിയ അറിവോ ജ്ഞാനമോ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ സൺഡേ സ്കൂൾ, കോളേജും ഹൈസ്കൂളും സൺഡേ സ്കൂൾ സ്റ്റുഡൻസ് ആവശ്യപ്പെട്ടതാണ് ഞങ്ങൾക്ക് വെളിപ്പാട് പുസ്തകം
പഠിക്കണമെന്ന്. അപ്പൊ അതിനകത്ത് 2-3 ടീച്ചേഴ്സിനെ അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരു പ്രൈമറി ടീച്ചറും 2 സെക്കൻഡറി ടീച്ചേഴ്സും. അങ്ങനെയാണ് എന്നെ അതിനകത്ത് ഉൾപ്പെടുത്തിയത്. ഞാനിത് വായിച്ചു നോക്കിയിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ചില ഭാഗം വായിക്കുമ്പം പറയും ദാനിയേലിലോട്ട് പോകാൻ പറയും, ദാനിയേൽ വായിക്കുമ്പം കമന്ററി പറയും വെളിപ്പാടിലേക്ക് പോകാൻ. പക്ഷെ ഞാൻ ഒരു കാര്യം എനിക്ക് അതിനകത്ത് മനസ്സിലാക്കി, പഠിക്കുവാൻ ആരംഭിച്ചതേ ഉള്ളൂ, ഞാൻ പഠിച്ചില്ല. എനിക്ക് തോന്നുന്നില്ല എനിക്ക് പഠിച്ചത് തീർത്തിയെടുത്ത് അത് എനിക്കെല്ലാം അറിയാമെന്ന് ഒരു സർക്കംസ്റ്റാൻസിലേക്ക് വരുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ വചനം പഠിക്കുന്നത് നല്ലത്, അത് എനിക്കും ബലം, ഞാൻ പഠിപ്പിക്കുന്നവർക്കും ബലമാകുന്നു. അതിൽ എനിക്ക് അനുഗ്രഹമുണ്ട്. അത് വായിക്കുന്നവർക്കും കേൾപ്പിക്കുന്നവർക്കും ഒക്കെയും അതിന് അനുഗ്രഹമുള്ളതായ ഒരു ബുക്കാണ് ബുക്ക് ഓഫ് റെവലേഷൻ. അത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ അതോർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ സഹായിക്കും. എല്ലാവരും ലൈനിലുണ്ടെന്ന് വിചാരിക്കുന്നു. കംപ്ലീറ്റ് സൈലൻസ് ആണ്. ഫിലിപ്പ് ബ്രദറിന്റെ സ്തോത്രം കേൾക്കുമ്പോൾ എനിക്കറിയാം ലൈനിൽ കട്ടായി പോയിട്ടില്ല എന്നുള്ളത്. ദൈവം ഒരു ചാമ്പ്യനെ നോക്കി. അന്ന് ജെസ്സിക്ക് ഏതാണ്ട് 10 മക്കളാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് 9 പേരും പട്ടാളത്തിൽ ജോയിൻ ചെയ്തിരിക്കുകയായിരിക്കാം. 5 പേരെ എനിക്ക് തോന്നുന്നുള്ളൂ വേദപുസ്തകത്തിൽ പേര് പറയുന്നുള്ളൂ. ബാക്കിയുള്ളവരുടെ പേര് വേദപുസ്തകത്തിൽ ജെസ്സിയുടെ അല്ലെങ്കിൽ ഇശായിയുടെ മക്കളെ കുറിച്ച് കാണുവാൻ കഴിയുന്നില്ല. വെല്ലുവിളിയുടെ മുൻപിൽ ജനമായിരിക്കുകയാണ്. ഞാൻ റെഫറൻസ് അങ്ങനെ എടുത്ത് ഒത്തിരി പെട്ടെന്ന് വായിക്കാനോ വായിപ്പിക്കാനോ ഉള്ള കഴിവ് എനിക്കില്ല. അതുകൊണ്ട് ഞാൻ മിക്കവാറും സമയങ്ങളിൽ അത് പറഞ്ഞു പോവുകയാണ്. നിങ്ങൾ എന്നോട് അത് ക്ഷമിക്കണം. റെഫറൻസ് എടുത്ത് സംസാരിക്കണമെങ്കിൽ ആരെങ്കിലും അത് അങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ തന്നെ അത് പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. വെല്ലുവിളിയുടെ മുൻപിൽ ആരും മുൻപോട്ട് വരുവാനില്ല, ഒരൊറ്റ വ്യക്തി പോലും. രാജാവിന് വേണ്ടതായ പടച്ചിട്ടയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സകലവിധ ആയുധ പാണികളായിട്ടുള്ളവര് ഉണ്ട്. ഇവരാരും മുൻപോട്ട് വരാത്തൊരു സമയത്ത് ഒരു ദാവീദ് അവിടേക്ക് വരുന്നത് ആരുടെ അന്വേഷണം അറിയിക്കുവാനാണ്? തൻ്റെ സഹോദരന്മാരുടെ അന്വേഷണം അറിയിക്കുവാൻ. രാജ്യത്തിന്റെ കാര്യം അന്വേഷിക്കുവാനല്ല, ആരാണ് പടയിൽ പൊരുതുന്നെന്ന് അറിയുവാനുമല്ല വന്നത്, തൻ്റെ സഹോദരന്മാരുടെ. നമ്മുടെ മിനിസ്ട്രിയുടെ ആരംഭമെന്ന് പറയുന്നത് ഒരു പക്ഷെങ്കിൽ നമ്മുടെ സഹോദരന്മാർ. ഇന്നും നമ്മൾ രാവിലെ കേട്ടു, നമ്മൾ ക്ഷമിക്കേണ്ടത് ക്ഷമിക്കണം, ആരോടും പക വെച്ചുകൊണ്ടിരിക്കുവാൻ പാടില്ല, ആർക്കും ഒരു പ്രയാസം നമ്മൾ വരുത്തുവാൻ ഇടയാകരുത്. എന്നാൽ പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിലും നമ്മളുടെ ഭൗമിക ജീവിതത്തിലും ഇങ്ങനെയുള്ളതായ പ്രയാസങ്ങളൊക്കെ നമ്മൾ നേരിടും. പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്നോട് ഇത്ര കഠിനമായി ചെയ്തുവോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. ഞാൻ ഏതോ ഒരു സാക്ഷ്യത്തിലാണോ ഒരു മെസ്സേജിലാണോ ഈ പ്രയർ ലൈനിൽ ഞാൻ പറഞ്ഞതാണ്, ദൈവം എനിക്കൊരു ദർശനം തന്നു. എൻ്റെ ജോലി ചെയ്യുന്നതായ ആ ബിൽഡിങ്ങുകളുടെ പാർക്കിംഗ് ലോട്ടിന്റെ 4 കോർണറിലും ഈ അമേരിക്കയിലെ ജസ്റ്റിസ് സിസ്റ്റത്തിന്റെ സിമ്പിൾ ആയിരിക്കുന്നതായ ഒരു സ്റ്റാച്യു ഉണ്ട്. ഒരു കയ്യിൽ വാള്, മറ്റു കയ്യിൽ ഒരു ബാലൻസ്, കണ്ണ് കെട്ടിയിരിക്കുന്നതായി നിങ്ങൾ പലരും കാണും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം എന്താണെന്നുള്ളത്. ഞാൻ കാണുന്നത് ഒരു പ്രഭാതത്തില് ദർശനത്തിൽ ഞാൻ ഈ പാർക്കിംഗ് ലോട്ടിൽ കയറുമ്പോൾ 4 ചുറ്റിലും ഓരോ കോർണറിലും ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെയുള്ളതായ ഒരു സ്തംഭം അല്ലെങ്കിൽ ഒരു സ്റ്റാച്യു അവിടെ നിൽക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. പിന്നെ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഞാൻ പ്രയർ ലൈനിൽ പറഞ്ഞു. എംപ്ലോയിയുടെ വിഷയം പറഞ്ഞു, എംപ്ലോയിയുടെ മോള്, ഗ്രാൻഡ് ഡോട്ടർ, ഇവരുടെ വിഷയങ്ങൾ പറഞ്ഞു. ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. രാത്രിയിലൊക്കെ കേൾക്കാൻ പറ്റും അവർ പ്രാർത്ഥിക്കുന്നത്. ചിലർ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കും. എന്നാൽ ഏകദേശം 2 ആഴ്ചക്ക് മുമ്പേ എന്നെ HR-ലേക്ക് അവർ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഫയർ ചെയ്ത ഒരു എംപ്ലോയി നിനക്കെതിരായിട്ട് റേസിസം എന്നുള്ളത് കംപ്ലൈന്റ് അത് ഉന്നയിച്ചിരിക്കുന്നു. ഞങ്ങൾ അതിന്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. നിനക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം എഴുതി നീ ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ദൈവത്തിന് മഹത്വം. അത് കേട്ടപ്പോൾ എനിക്കൊരു പെട്ടെന്നൊരു ഭയം വന്നെങ്കിലും പിന്നീട് എനിക്ക് മനസ്സിലായി, എൻ്റെ ദൈവം ഞാൻ ജോലി ചെയ്യുന്നതായ ആ 2 ബിൽഡിംഗ് ഉണ്ട്. ആ 2 ബിൽഡിങ്ങിന്റെയും ചുറ്റുമുള്ളതായ പാർക്കിംഗ് പ്ലോട്ടിന്റെ 4 കോർണറിലും എനിക്ക് വേണ്ടി ജസ്റ്റിസ് നടത്തുവാൻ വേണ്ടി ദൂതന്മാരെ ആക്കിയതിന് ശേഷമാണ് ഈ വാർത്ത
എൻ്റെ HR ഡിപ്പാർട്ട്മെന്റ് വിളിച്ച് എന്നോട് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കണം, നമുക്ക് വേണ്ടി ചാമ്പ്യനായിട്ട് അല്ലെങ്കിൽ ആരാണ് പുറത്തു വരുന്നത്? സ്വർഗീയ പിതാവ് തന്നെ, മറ്റാരെയും അല്ല. നമ്മൾ ഒരു പക്ഷെങ്കിൽ ദൂതന്മാരെന്നൊക്കെയും പറയും, അല്ലെങ്കിൽ ദൂതന്മാരാണ് എനിക്ക് കാവൽ നിൽക്കുന്നത്, ആയിരിക്കാം. പക്ഷെങ്കിൽ ഞാൻ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ആപത്തിലും അനർത്ഥത്തിലേക്കും കടന്നു പോകുന്നതിന് മുൻപേ നമുക്ക് മുൻപായി അവിടെ വരുന്നതായ ഒരു ദൈവം തമ്പുരാൻ, ഒരു യേശു കർത്താവ് നമുക്ക് വേണ്ടി ഉണ്ട്. പ്രിയമുള്ളവരെ, ഒരു പ്രശ്നത്തിലും ഒരു പ്രയാസത്തിലും കൂടെ നാം കടന്നു പോകുമ്പോൾ നാം വിചാരിക്കരുത് HR എന്നെ പ്രൊട്ടക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇവിടുത്തെ ലോയും, അല്ലെങ്കിൽ ഇവിടുത്തെ ഒന്നുമല്ല നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. നമ്മുടെ ചാമ്പ്യൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ഞാൻ 1 ശമൂവേൽ 17-ാം അധ്യായത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. ആദ്യമായിട്ട് ഈ ദാവീദ് വന്ന് കഴിഞ്ഞ് സഹോദരന്മാരുടെ അന്വേഷണം അറിയിക്കാൻ വന്നതായ ദാവീദ് തന്നെയല്ല അവിടെ വന്നത്. ജെസ്സി കൊടുത്തയച്ചതായ ഈ 5 അപ്പവും അതിനോടുകൂടെ ഉണ്ടായിരുന്നതായ എല്ലാ കാര്യങ്ങളും കൊണ്ട് വന്നത് ഒരു ക്യാരിയേജിലാണെന്നാണ് ചരിത്രകാരനായ ജോസീഫസ് പറയുന്നത്. അപ്പോൾ ആ കൊണ്ടുവന്ന സാധനങ്ങളും ക്യാരിയേജും എല്ലാം അവിടെ ഇട്ടിട്ട് തന്റെ സഹോദരന്മാരെ അന്വേഷിച്ച് വലിയ ഒരു ജനക്കൂട്ടം അവിടെ ഉണ്ട്. വലിയ പട്ടാളക്കാരുടെ ഇടയിലാണ് ഈ കൊച്ചു പയ്യൻ ഓടി വന്ന്. അപ്പോൾ ഏലിയാവ് പറയുന്നത്, നീ ഇവിടെ എന്തിനു വന്നു? ഇംഗ്ലീഷിൽ അത് പറയുന്നത് ഹിസ് ആംഗർ വാസ് കിൻഡിൽഡ് അഗെയിൻസ്റ്റ് ഡേവിഡ്. ആരുടെ അന്വേഷണം അറിയിക്കുവാനായി, ആരുടെ വെൽഫെയർ അന്വേഷിക്കുവാൻ വേണ്ടി ദാവീദ് വന്നോ, അവര് തന്നെ തനിക്കെതിരായിട്ട് പറയുകയാണ്, നീ എന്തിനു വന്നു? ഇതുവരെയും ഏലിയാബിന് അപ്പന്റെ ആടുകളെ കുറിച്ച് ഒരു ചിന്തയുമില്ലായിരുന്നു. എന്താണെന്നറിയാമോ? അവന്റെ ഒരു കൊച്ചു ബ്രദർ ഈ ആടുകളെ വളരെ സംരക്ഷണത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ചോദിക്കുകയാണ്, നീ ആടുകളെ എവിടെ വിട്ടിരിക്കുന്നു? ഈ ദാവീദിനോടൊരു സാക്ഷ്യം പറഞ്ഞാൽ ദാവീദ് പറയും, ഈ ആടുകളെയും കൊണ്ട്, എൻ്റെ അപ്പന്റെ വീടെന്ന് പറയുന്നത് ബേത്ലഹേമാണ്. ഈ ബേത്ലഹേമിന് ചുറ്റുമുള്ളതായ ഏകദേശം 30 മൈൽ ചുറ്റളവിലുള്ള സ്ഥലങ്ങളിലാണ് ഈ ദാവീദ് ഈ ആടുകളെയും കൊണ്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ ഏലാ താഴ്വരയിൽ ആദ്യമായിട്ടല്ല ദാവീദ് വന്നിരിക്കുന്നത്. പല സമയങ്ങളിലും ഈ മലകളിലും ഈ മലഞ്ചെരുവുകളിലും ഈ ഏലാ താഴ്വരയിൽ ഗോലിയാത്ത് ഇറങ്ങി വന്ന് വെല്ലുവിളിക്കുന്നതായ ഏലാ താഴ്വരയിലും അനേക സമയങ്ങള് ദാവീദ് വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അനേക വന്യമൃഗങ്ങള് അപ്പന്റെ ആടുകളെ ആക്രമിക്കുവാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഈ മല്ലനായ ഗോലിയാത്ത് ഇന്ന് ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷെങ്കിൽ ഈ മലഞ്ചെരുവില് വന്ന് ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്നത്. എന്നാൽ രാവും പകലും ശത്രുവിന്റെ വെല്ലുവിളിയുടെ മുൻപിൽ, അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ വെല്ലുവിളിയുടെ മുൻപിൽ വിശ്വസ്തനായ ഒരു ഇടയനായിരുന്നതായ ദാവീദ് ഇപ്പോൾ കേൾക്കുന്ന എന്താണ്? മല്ലനായ ഗോലിയാത്തിന്റെ, അവൻ ജനനം മുതൽ, അവന്റെ ബാല്യം മുതൽ അവൻ ഒരു ചാമ്പ്യൻ ആണെന്നാണ് ഫെലിസ്ത്യര് വിശ്വസിച്ചിരിക്കുന്നത്. ഈ ഫെലിസ്ത്യനെ തോൽപ്പിക്കുവാനായിട്ട് വേറെ ആരും ഇസ്രയേലിൽ ഇല്ല എന്നുള്ള ഉറപ്പുകൊണ്ടാണ് അവർ പറയുന്നത്, ഇവനോട് മല്ല് പിടിച്ച് ജയിക്കുക മാത്രമല്ല, ഇവനെ കൊല്ലുന്നവന് നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് അടിമകളായിരിക്കാം. പ്രിയ ദൈവമക്കളെ, ദാവീദിന്റെ മിഷൻ എന്ന് പറയുന്നത് ഈ ഗോലിയാത്തിനെ കൊന്ന് രാജാവാകുക എന്നുള്ളതല്ല. സർവശക്തനായ ദൈവത്തിന്റെ നാമത്തെ നിന്ദിക്കുന്ന ഒരുത്തനും അഭിഷിക്തനായ ഒരു ദാവീദ് ഉണ്ട് എങ്കിൽ അവിടെ വിജയം കൈവരിക്കുകയില്ല, അടിമകൾ ആക്കുകയില്ല. ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി ചാമ്പ്യന്മാരായി ഈ ദിവസങ്ങളിൽ നാം എഴുന്നേൽക്കണം. അതിനായി സ്വർഗം കാത്തിരിക്കുകയാണ് പ്രിയമുള്ളവരെ. ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു നേതാവിനെയോ ഒരു പാർട്ടിയോ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടി ചാമ്പ്യനായി, നമുക്കറിയാമല്ലോ
മത്തായി സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. ഇന്ന് ചാമ്പ്യന്മാരെ വീഴ്ത്തുക എന്നുള്ളതാണ് ശത്രുവിന്റെ പ്രധാന ലക്ഷ്യം. ഒരൊറ്റ ഒരു ഗോൾ അവനുള്ള എങ്കിൽ ചാമ്പ്യൻസ് ജനിക്കരുത്. ഒരു ചാമ്പ്യനും ജനിക്കുവാൻ പാടില്ല. അത് ട്രംപ് ആയിരുന്നാലും, അത് ജോർജ് ബുഷ് ആയിരുന്നാലും, അതിനിയും ജോ ബൈഡൻ ആയിരുന്നാലും, സ്വർഗം ഒരു കാര്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വ്യക്തി പുറത്തു വരാതിരിക്കുവാൻ വേണ്ടി ശക്തമായി പ്രവർത്തിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 4 സഹോദരിമാരോട് ഞാൻ പറയട്ടെ. മറിയയ്ക്ക് മുൻപ് 4 സഹോദരിമാരുടെ പേര് യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ പറയുന്നുണ്ട്. പറയാത്ത പലരുമുണ്ട്. നോക്കിയാൽ എല്ലാം തടസ്സം. ജനിക്കരുത്, ജനിക്കരുത്, ജനിക്കുവാൻ അവകാശമില്ല, ഒരു രാജാവായിരിക്കുവാൻ അവകാശമില്ല, അവൻ ഇങ്ങനെയുള്ളവളാണ്, അവന്റെ മാതാവ് ഇങ്ങനെയുള്ളവളാണ് എന്നുള്ളതായ കുറ്റാരോപണം കൊണ്ടുവന്ന ശത്രു ജനിക്കുവാൻ, ഒരു പൈതൽ ജനിക്കാതിരിക്കുവാൻ വേണ്ടി, നമുക്കറിയാം ഇസഹാക്ക് ജനിക്കുന്നതിന് മുമ്പേ ആരാണ് ജനിച്ചത്? ഇസ്മയേലാണ് ജനിച്ചത്. ചരിത്രം പറയേണ്ട കാര്യമില്ല, എങ്ങനെയൊക്കെയാണ് അതെല്ലാം നമുക്ക് വളരെ നന്നായി അറിയാം. പിന്നെ വരുമ്പോൾ ആർക്കാണ്? റിബേക്കായിക്കും കുഞ്ഞുങ്ങൾ ജനിക്കുന്നില്ല, തടഞ്ഞു വെച്ചിരിക്കുകയാണ്, തടസ്സമായി നിൽക്കുകയാണ്. എന്നാൽ അവിടെയും സ്വർഗം പ്രാർത്ഥന കേൾക്കുന്നു. സ്വർഗം ചെയ്യേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്യും. ഇന്ന് എന്തെല്ലാം തടസ്സമായി നിന്നാലും, ഏതെല്ലാം രാജ്യങ്ങൾ എതിർത്താലും, പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട് എങ്കിൽ, ഒരു വ്യക്തിയെങ്കിലും ഒരു ഭവനത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ, ഒരു കുടുംബമെങ്കിലും ഒരു സഭയിൽ യഥാർത്ഥമായി സത്യദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും തന്നെത്താൻ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് സമയം ചെലവഴിക്കുന്നുവെങ്കിൽ വിജയം അത് നമുക്ക് സാധ്യമാണെന്നുള്ളതാണ് ഇവിടെയെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത്. യേശുക്രിസ്തു ചാമ്പ്യനായി ജനിക്കുന്നതിന് മുൻപേ തന്നെ ജെന്റൈൽസിനെയും യഹൂദന്മാരെയും അല്ലെങ്കിൽ യഹൂദിയരിൽ നിന്നുള്ളവരെയും ഒരുമിച്ച് ചേർക്കുന്നതായ ഒരു കാര്യം നമുക്ക് അവർക്ക് കാണുവാൻ കഴിയും. ഈ വംശാവലി നോക്കിക്കഴിഞ്ഞാൽ അവിടെ രാഹാബുണ്ട്, അവിടെ താമാർ ഉണ്ട്, അവിടെ റൂത്ത് ഉണ്ട്, പിന്നെ നമുക്കറിയാം ബർഷേബ ഉണ്ട്. അങ്ങനെ യേശുക്രിസ്തുവിന്റെ വംശാവലിയില് യഹൂദരും ജാതികളും ഉൾപ്പെട്ടിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. ഈ സമയത്തും നമുക്ക് പറയുവാൻ കഴിയുന്നത് ജാതികളും യഹൂദരും ഒരുമിക്കുവാൻ പോകുകയാണ്. പ്രിയ ദൈവമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ചാമ്പ്യനായിട്ട് ആ ഒലിവ് മലയിൽ പാദങ്ങൾ ഉറപ്പിക്കുന്നതിന് മുൻപേ ഇസ്രയേലിലും അമേരിക്കയിലും ചൈനയിലും ഇന്ത്യയിലും ചില പ്രവർത്തനങ്ങൾ, ചില കാര്യങ്ങൾ നടക്കേണ്ടിയിരിക്കണം. അവരെല്ലാം ഒന്ന് യോജിക്കണം. അതുതന്നെ എല്ലയോ പ്രിയ ദൈവമക്കളെ നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിലുള്ള പ്രധാന വിഷയങ്ങൾ. ഗൾഫ് രാജ്യങ്ങൾ, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇന്ന് ഈ നൈറ്റിൽ എനിക്ക് തോന്നുന്നു 11 or 12 സമയത്താണെന്ന് തോന്നുന്നു ഒരു സഹോദരൻ പ്രാർത്ഥിച്ചു. ഞാനങ്ങ് അന്തിച്ചു പോയി. എല്ലാ രാജ്യങ്ങളുടെയും പേര് അദ്ദേഹം പറഞ്ഞങ്ങ് പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെ ഇത് ഓർത്തിരിക്കുവാൻ കഴിയും പ്രിയ ദൈവമക്കളെ? എന്താണ് കാരണം? ഒരു ഹൃദയഭാരം, ഒരു സഹോദരന്മാരുടെ അന്വേഷണം. പട്ടാളത്തിൽ ജോലി ചെയ്യുന്നതായ നല്ല പടനായകന്മാരായി വളരെ ട്രെയിനിങ്ങും കാര്യങ്ങളും ഉള്ളതായ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിച്ച് പിതാവ് കൊടുത്തു വെച്ചതായ ഈ ഭക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് പടയിലേക്ക് വന്നിരിക്കുന്ന, പട നടക്കുന്നതായ സമയത്ത്, അല്ലെങ്കിൽ താൻ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പട നടക്കുന്നെന്ന് മനസ്സിലാക്കിയതായ ദാവീദ് തിരിഞ്ഞ്, എനിക്ക് ഇവിടെ കാര്യമില്ല, ഞാനൊരാട്ടിടയനാണ്, എനിക്ക് ആടുകളുണ്ട്, അച്ചാച്ചൻ ഏലിയാബും അത് തന്നെയാണ് എന്നോട് പറഞ്ഞത്, ഞാൻ ഇനിയും മടങ്ങിപ്പോവുക എന്നാണ്. എന്നാൽ ഞാൻ പറയട്ടെ, വനാന്തരങ്ങളിൽ പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു രാജാവിന്റെ മാനസിക നിലയെ മാനസിക നിലയെ ശരിയാക്കുവാൻ വേണ്ടി ദൈവം എടുത്തുപയോഗിക്കുന്നതായ മധുര ഗായകനായ ദാവീദേ, പടക്കളം നിനക്കൊരു പ്രശ്നമല്ല. കാരണം നിന്റെ പാദങ്ങൾ ഈ സ്ഥലങ്ങളിലും ഈ മലഞ്ചരിവുകളിലും ഈ താഴ്വരയിലും എല്ലാം നീ നിന്റെ അപ്പന്റെ ആടുകളെയും കൊണ്ട് നടന്നിട്ടുണ്ട്. ഈ അവിടെയുള്ളതായ
ആ ഒരു റവീൻ അല്ലെങ്കിൽ ഒരു തോട്ടിൽ നിന്ന് പോയി കല്ലുകൾ എടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. 5 കല്ലുകൾ, മിനുസമുള്ള കല്ലുകൾ എന്നൊക്കെയും നമ്മൾ പലപ്പോഴും പ്രസംഗങ്ങൾക്കൊക്കെയും നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഈ കല്ലുകൾ തന്റെ ഇടയ സഞ്ചിയിലേക്ക് എടുത്തിട്ടത് ആദ്യമായിട്ടല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനു മുൻപേ തന്റെ അപ്പന്റെ ആടുകളെ മറ്റുള്ള വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി പല സമയങ്ങളിലും താൻ പോയി ഈ കല്ലുകൾ എടുത്തിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ചില കല്ലുകൾ നമ്മൾ എടുത്തേ മതിയാകുള്ളൂ. പ്രിയമുള്ളവരെ, വളരെ ശക്തമായി നമ്മളോട് സംസാരിച്ചു. ഏത് സഹോദരനാണ് സംസാരിച്ചത് ഞാൻ ഓർക്കുന്നില്ല. ഓർമ്മയുടെ കല്ലുകളായി യോർദാനിൽ 12 കല്ലുകളെ കുറിച്ച് നാം കേട്ടു. ഏലിയാവ് തന്റെ യാഗപീഠത്തെ പണിയുമ്പോൾ 12 കല്ലുകൾ എടുക്കുന്നു എന്ന് എടുത്തതായിട്ട് നാം കേട്ടിട്ടുണ്ട്. ഒരു ബ്രദറിന് നേരെ ഒരു പ്രവചനം ഒരു കർത്താവിന്റെ ദാസൻ പറഞ്ഞത് 5 കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ആ ബ്രദർ ഏറ്റെടുത്ത് പ്രവർത്തനത്തിൽ തന്റെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കി എടുക്കണമെന്ന് താൻ പറയും നമ്മൾ കേട്ടു. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ ചില കല്ലുകൾ നമുക്കെടുക്കാം. ശത്രുവിനെ വീഴ്ത്തണമെങ്കിൽ ചില കല്ലുകൾ. ഈ കല്ലിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഈ കല്ല് എവിടെയാണ് ആരംഭിച്ചത്? എവിടെയോ ഒരു പാറയിലെ ഒരു കഷ്ണമായിരുന്നു ഇത് ഒരിക്കല്. അത് അവിടെ നിന്ന് എങ്ങനെയോ പൊട്ടി ഒരു നദിയിൽ വന്ന് വീണു. നദി ഇതിനെ ഒഴുക്കി കൊണ്ടുവന്നു. ഇതിലുണ്ടായിരുന്ന റഫ്നെസ് എല്ലാം മാറ്റി വളരെ മിനുസമുള്ള കല്ലുകളാക്കി എടുത്തു. ഇപ്പോൾ ഇതാ ഒരു ദാവീദ് ഒരു ചാമ്പ്യനായി വരുന്നതിന് മുൻപേ ഈ കല്ലുകൾ തന്റെ സഞ്ചിയിലേക്ക് എടുത്തിടുകയാണ്. നമ്മൾ പല കല്ലുകൾ എടുത്തേക്കും, പക്ഷെങ്കിൽ ശത്രുവിനെ വീഴ്ത്തുവാൻ സ്വർഗം തീരുമാനിച്ചാൽ നമുക്ക് ഒരൊറ്റ കല്ല് മതി. പ്രിയമുള്ളവരെ, അത് ഈ ദിവസങ്ങളിൽ എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കണം. അത് സഹോദര സ്നേഹമാണോ? പ്രിയമുള്ളവരെ, കരയുന്ന ഒരു മാതാവിന്റെ കരച്ചിലിന്റെ മുൻപിൽ പ്രാർത്ഥിച്ച് ആശ്വസിപ്പിക്കുന്നതാണോ? ചില വചനത്തിന്റെ വാക്കുകൾ അത് കല്ലായി വരുമോ? അവരെ രൂപാന്തരപ്പെടുത്തി എടുക്കുമോ? പ്രിയമുള്ളവരെ, ഒരു മാതാവ് നഷ്ടപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണോ? കുഞ്ഞുങ്ങൾ ജനിക്കാത്തൊരു മാതാവിനും ഒരു പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതാണോ നമ്മുടെ കല്ലുകൾ? അത് ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ദൈവാത്മാവ് ശക്തമായി നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രസംഗങ്ങൾ കേൾക്കുമ്പോഴും ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും ഹല്ലേലൂയ, കർത്താവേ, അത് എന്റെ ജീവിതത്തിൽ നാളെ ഒരു കല്ല് ആയി എനിക്കതെടുത്ത് ഉപയോഗിക്കാൻ ഒരു ആയുധമായി എന്റെ ഇടയ സഞ്ചിയിൽ അതൊരു ഉപകരണമായി അല്ലെങ്കിൽ ഒരു വെപ്പനായി അത് എടുക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മളുടെ സാക്ഷ്യങ്ങൾ കല്ലുകളാണ്. നമ്മുടെ പ്രസംഗങ്ങൾ ഒരുപക്ഷെ കല്ലുകളാണ്. ഒരു സ്നേഹത്തിന്റെ വാക്കൊരു പക്ഷേ നമ്മുടെ ഇടയ സഞ്ചിയിലെ ഒരു കല്ലായിരിക്കാം. പ്രിയ ദൈവമക്കളെ, ശത്രുവിന്റെ മുൻപിൽ, വെല്ലുവിളിയുടെ മുൻപിൽ ഓടിപ്പോകുവാനല്ല, നമുക്ക് നേരോടെ നിൽക്കാം, നമുക്ക് ഒരുമിച്ച് നിൽക്കാം, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ദാവീദുമാരെ ദൈവം നോക്കുകയാണ്. ചരിത്രം എന്ത് പറയുന്നു എന്നല്ല, ഹിസ്റ്ററി എന്ത് പറയുന്നു എന്നല്ല, ജീവിതത്തിൽ നമ്മളെ ലേബൽ ചെയ്തിരിക്കുന്നതായ ഓരോ ലേബലും അല്ല നമുക്ക് വിഷയം. കർത്താവിന്റെ സന്നിധിയിൽ ഞാനും നീയും വിശ്വസ്തന്മാരായിരിക്കുന്നുവോ? അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ പ്രഭാതത്തിൽ നാം കേട്ടതുപോലെ നമുക്കാർക്കും നമ്മുടെ കിരീടം നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകുകയില്ല. പ്രിയമുള്ളവരെ, കിരീടത്തെ നമുക്ക് കാത്തുകൊള്ളാം, നമുക്ക് ഒരുമിച്ച് നിൽക്കാം, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. സ്വർഗീയ പിതാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക മാത്രമല്ല, നമ്മൾക്ക് വേണ്ടി യുദ്ധത്തിൽ വിജയം നൽകുവാൻ ശക്തനായി നമ്മളോട് കൂടെയുണ്ട്. ഒരു ശൗലിന്റെ ഒരു പടക്കോപ്പുകളും നമുക്ക് ആവശ്യമില്ല. പ്രിയമുള്ളവരെ, നമ്മെ ശക്തീകരിക്കുന്നവൻ മുഖാന്തരം നമുക്ക് സകലവും സാധ്യം. നമുക്കൊരു ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ തന്ന ഒരു ദൈവം, ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നസ് അവൻ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഫീറ്റ് ഷോഡ് തന്നിട്ടുണ്ട്, വചനമാകുന്ന ഫീറ്റ് ഷോഡ്. അതിലുപരിയായി ദൈവമക്കളെ, വാളാകുന്നതായ വചനം നമ്മൾക്ക് ഓരോരുത്തർക്കും തന്നിട്ടുണ്ട്. അത് ഇരുവായ്ത്തലയുള്ളതാണ്. നമ്മൾ അങ്ങോട്ട് വെട്ടുമ്പോൾ ആ വാള് തന്നെ ഒരു പക്ഷേ തിരിഞ്ഞ് നമ്മളെ വെട്ടാൻ ചാൻസ് ഉണ്ട്. അതിന് ഇരുവായ്ത്തലയുള്ളതാണ്. അത് ഈ ദിവസങ്ങളിൽ ദൈവം നമ്മൾ കൂടെ പ്രവർത്തിക്കട്ടെ. നമുക്ക് പഠിക്കാം, നമുക്കതിനു വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മളെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. സമയം അനുവദിച്ചു തന്നതായ കർത്തദാസനോടും ഈ പ്രെയർ ലൈനോടും ഞാൻ അറിയിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഈ രാവിലെ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവേ, അവിടുത്തെ തിരുസന്നിധിയിലായിരിക്കാൻ നീ ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടി ഒരു ചാമ്പ്യനായി കർത്താവേ, ഹല്ലേലൂയ, ബേത്ലഹേമിൽ നിന്നുള്ളതായ ഒരു ഈശായിയുടെ മകനായ ദാവീദിനെ നീ കണ്ടു. എന്നാൽ കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളുടെ പുതിയ നിയമസമയത്തിലേക്ക് വന്നപ്പോൾ
യേശു ക്രിസ്തു ഞങ്ങൾക്കൊരു ചാമ്പ്യനായി ബേത്ലഹേമിൽ ഞങ്ങൾക്ക് വേണ്ടി ജനിച്ചു കർത്താവേ. ഹല്ലേലൂയ. ആ ദൈവ സ്നേഹത്തിൽ ഞങ്ങളെ ഇത്രത്തോളം നീ നിലനിർത്തി കർത്താവേ. ജീവിതം മുൻപോട്ട് നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ ശക്തീകരിക്കണമേ. പ്രയർ ലൈനിലായിരിക്കുന്ന എല്ലാവരെയും നിന്റെ കരങ്ങളിൽ തരുന്ന കർത്താവേ. ഒരിക്കൽ കൂടെ പ്രയർ ലൈനിൽ ഞങ്ങൾ കൊണ്ടുവരുന്നതായ എല്ലാ വിഷയങ്ങളും നിന്റെ കരങ്ങളിൽ തരുന്ന കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, നിനക്ക് സ്തോത്രം കർത്താവേ. ഒരു കുഞ്ഞ് ജനിക്കാതെ ഇരിക്കുവാൻ കർത്താവേ. ഹല്ലേലൂയ. കർത്താവെ, വിവാഹമോചനങ്ങൾ നടക്കുന്നതായ കർത്താവെ കുടുംബങ്ങളുണ്ട് കർത്താവെ. അതിന്റെ വക്കിലായിരിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. വിവാഹം നടക്കാതെ ഇരിക്കുന്നതായ തടസ്സമായും കർത്താവെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കൊന്നറിയാം കർത്താവെ. ഹല്ലേലൂയ. അതിലൊക്കെയും ഉപരിയായി കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കർത്താവെ. ഹല്ലേലൂയ. അനേക ജീവിതങ്ങളിൽ കർത്താവെ. ഹല്ലേലൂയ. ക്രിസ്തു ജനിക്കേണ്ടതായ ആ സുവിശേഷത്തിന്റെ കർത്താവേ. ഹല്ലേലൂയ. ആവശ്യം ഞങ്ങളെ പലപ്പോഴും കർത്താവേ കർത്തൃദാസന്മാരെ ഓർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. എവിടെയാണ് കർത്താവേ? ഭാരതമാണോ കർത്താവേ? അമേരിക്കയാണോ? ഞങ്ങളുടെ നെയ്ബർഹുഡ് ആണോ? ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളുകളാണോ കർത്താവേ? ഞങ്ങളുടെ സഭയിലാണോ കർത്താവേ? ആരെങ്കിലും കർത്താവേ. ഹല്ലേലൂയ. യേശു ക്രിസ്തു ജനിക്കാതെ അവരുടെ ഉള്ളത്തിൽ യേശു ക്രിസ്തുവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ കർത്താവെ, ആ ജനനം നടക്കട്ടെ കർത്താവെ. അതിന് തടസ്സമായിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും പ്രാർത്ഥിച്ച് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ അകറ്റുകയാണ് കർത്താവെ. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ ഞങ്ങൾ നിന്നെ സ്നേഹിക്കും. ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്ന കർത്താവെ. ഞങ്ങൾ നിനക്ക് നന്ദി കരയറ്റുന്ന കർത്താവെ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവാകുന്ന ചാമ്പ്യൻ കർത്താവെ, അത് ഞങ്ങളിൽ ഈ ദിവസങ്ങളിൽ ജനിക്കണം കർത്താവെ. അത് വളരണം കർത്താവെ. ഞങ്ങൾ എല്ലാവരും ക്രിസ്തുവാകുന്ന ആ തലയോളം വളരുവാൻ തക്കോളം നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ അങ്ങേ സ്തുതിക്കുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയുണ്ടായി കേട്ട് ത്രവല്ലമാറാകണമേ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ബ്രദർ, how are you family doing? They are doing fine. Thank you so much for everybody's prayers. So we are one more week of quarantine. Okay, things will be okay. Praise the Lord, praise the Lord. കർത്താവിന്റെ ദാസനെ ദൈവം ശക്തീകരിച്ചു, ബലപ്പെടുത്തിയല്ലോ, ധൈര്യപ്പെടുത്തിയല്ലോ, നിലനിർത്തിയല്ലോ. യേശു ക്രിസ്തു ഒരു ചാമ്പ്യൻ നമ്മുടെ മുൻപിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ദൈവമക്കൾ ഒരിക്കലും പരാജയപ്പെട്ടു പോകില്ല. ഹല്ലേലൂയ. വചനം എന്ന വാൾ നമുക്ക് തന്നിട്ടുണ്ട്. സ്തോത്രം. നല്ലൊരു മാതൃക കർത്താവ് നമുക്ക് വെച്ചിട്ടുണ്ട്. സ്തോത്രം. അവന്റെ പാത പിൻപറ്റുവാൻ ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ ആണെന്ന് തോന്നുന്നു ഞാനൊരു മെസ്സേജും കൂടെ ഇങ്ങനെ ഇതിന്റെ കൂട്ടത്തിൽ കേൾക്കുകയായിരുന്നു. സ്തോത്രം. ബില്ലിഗ്രാമിന്റെ പഴയ കാലത്തെ ഒരു മെസ്സേജാണത്. സ്തോത്രം. അതിങ്ങനെ താൻ പറയുന്നത്, ഞാന് വൈറ്റ് ഹൗസിനെ ട്രസ്റ്റ് ചെയ്തില്ല, ഞാന് UN ട്രസ്റ്റ് ചെയ്തില്ല, ഞാൻ ലോകത്ത് ഒരു മനുഷ്യനെയും ട്രസ്റ്റ് ചെയ്തില്ല, അവരെല്ലാവരും ഈ ലോകത്തിനൊപ്പം ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നത് ഞാൻ ദൈവത്തിലാണ്, യേശു ക്രിസ്തുവിനാണ് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നത്. സ്തോത്രം. അദ്ദേഹം നമ്മൾ കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ മറുപടി എന്താ? ഞാൻ നിന്നോട് പറയത്തില്ല, ഞാൻ നിന്നോട് പറയുന്ന കാര്യം വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഞാൻ നിന്നോട് പറയില്ല. സ്തോത്രം. തക്ക സമയത്തിൽ ഓരോ സ്ഥാനങ്ങളിൽ സാഹചര്യങ്ങളിൽ നമ്മളെ ഇറക്കി വിടുമ്പോൾ കർത്താവ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. സ്തോത്രം. കർത്താവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ആ പ്രാർത്ഥന മാത്രമേ നമ്മൾ ഇന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ ഉടയമ്പരാൻ്റെതാണ്. ആകാശത്തെയും ഭൂമിയും സകലത്തെയും സൃഷ്ടിച്ച കർത്താവിൽ മാത്രമേ എന്ത് ഓൾട്ടറേഷനാണ്, എന്ത് ക്രമീകരണമാണ് ലോകത്തിൽ ചെയ്യുവാനുള്ളത് എന്നുള്ളത്. സ്തോത്രം. ദാവീദ് രാജാവ്, സ്തോത്രം, താൻ രാജാവാകുന്നതിന് മുൻപേ വനാന്തരങ്ങളിൽ ആടുകളെ മേയിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി പാട്ടും പാടി ഇങ്ങനെ നടന്ന ഈ ധൈര്യം യുദ്ധക്കളത്തിൽ വന്നപ്പോൾ തനിക്ക് തുണയായി നിന്നു. ഏകാന്തതയിൽ ശത്രു ഘോര മൃഗങ്ങളുടെ മധ്യത്തിൽ ഇടയിൽ ആടുകളെ മേയിച്ചു വന്നപ്പോൾ പല പ്രതിസന്ധി താൻ നേരിട്ടു. ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നതുകൊണ്ടാണ് ഒരു മല്ലന്റെ മുൻപിൽ ഒരു സമൂഹത്തിന് വേണ്ടി ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയത്. ഒറ്റയ്ക്കാണ് അവിടെ നിന്നത്. സ്തോത്രം. ആ ഒറ്റയ്ക്കുള്ള നിൽപ്പ് ഒരു സമൂഹത്തിന്റെ വിജയമായിരുന്നു. ആ ഒറ്റയ്ക്കുള്ള ഒരു ഓട്ടം ഒരു സമൂഹത്തിന്റെ മുൻപോട്ടുള്ള കുതിപ്പായിരുന്നു. ആ ഒറ്റയ്ക്കുള്ള ഒരു വലിയ സമൂഹത്തിന്റെ ശത്രുവിന്റെ പരാജയമായിരുന്നു. സ്തോത്രം. ഈ ഒരു ധൈര്യമായിരിക്കട്ടെ പ്രിയപ്പെട്ട നമുക്കുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു യഥാർത്ഥ ഭടൻ
താൻ യുദ്ധത്തിന് പോകുമ്പോൾ സ്തോത്രം യുദ്ധം കഴിഞ്ഞു അല്ലെങ്കിൽ അവന് അവധിക്ക് കഴിഞ്ഞ് സ്തോത്രം നാട്ടിൽ വന്നു എന്നിരിക്കട്ടെ, നാട്ടിൽ വന്നവൻ ഒരു തെങ്ങിന്റെ ചൂടിലിരിക്കും, ഒരു ഓലമടൽ അവന്റെ തലയ്ക്ക് വീണ് മരിച്ചാൽ സ്തോത്രം എന്തായിരിക്കും പത്രത്തിൽ വരുന്ന വാർത്ത? അതായത് ഇന്നടുത്ത ഫലം, ഇന്ത്യയിലെ മുന്നറിയിപ്പ് ഫലം എന്തായാലും ഓലമടൽ വീണ് മരിച്ചു എന്ന് പറയും അല്ലേ. എന്നാൽ ഈ ഫലൻ യുദ്ധകളത്തിൽ വെച്ച്